നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ള അന്യഭാഷ നടൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇളയ ദളപതി വിജയാണ്. മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും വിജയുടെ തമിഴ് ചിത്രങ്ങൾ കേരളത്തിലും വലിയ തരംഗമുണ്ടാക്കാറുണ്ട്. രാഷ്ട്രീയത്തിലേക്കാണ് വിജയ് ഇന്ന് ശ്രദ്ധ നൽകുന്നത്. നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ്ക്ക് നേരെ വ്യാപക വിമർശനമാണ് അടുത്ത കാലത്ത് വരുന്നത്. കരൂർ ദുരന്തത്തിന് ശേഷം വിജയുടെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായിട്ടുണ്ട്. ഇതിനിടെ വിജയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നത്. തമിഴകത്തിന്റെ പ്രമുഖ നടനും TVK അധ്യക്ഷനുമായ വിജയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ ഭാര്യ സംഗീത ഒരുങ്ങുന്നു എന്നതായിരുന്നു വാർത്ത. സംഗീതയുടെ തീരുമാനം നടന്റെ വ്യക്തി ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും കടുത്ത തിരിച്ചടിയായിരിക്കുകയാണ്. 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് സംഗീത വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം. ഏറെ നാളായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയാണ്. ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീണു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. എന്നാൽ വിജയോ ഭാര്യയോ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ സംഗീത നിയമപരമായി നീങ്ങിയിരിക്കുന്നത്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ചൊവ്വാഴ്ചയാണ് സംഗീത ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. വിജയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 20-നാണ് ഹാജരാകേണ്ടത്. നടനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഹർജിയിൽ സംഗീത ഉന്നയിച്ചിരിക്കുന്നത്. വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്നാണ് അതിലെ ഏറ്റവും ഗുരുതരമായ ആരോപണം. ഇവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വാക്കു നൽകിയെങ്കിലും വിജയ് അതിന് തയ്യാറായില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വളരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് വിജയ്ക്കെതിരെ സംഗീത ഉയർത്തിയിരിക്കുന്നത്. അവിഹിതം, മാനസിക പീഡനം, നാണക്കേട്, വഞ്ചന എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. പ്രമുഖ നടിയുമായി തന്റെ ഭർത്താവിനുള്ള വഴിവിട്ട ബന്ധം സംഗീത 5 വർഷം മുൻപ് തിരിച്ചറിഞ്ഞിരുന്നു. 2021-ലാണ് നടനും നടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താൻ മനസ്സിലാക്കുന്നതെന്നും തുടർന്നാണ് വിവാഹമോചനവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്നും സംഗീത പറഞ്ഞു. കടുത്ത മാനസിക സംഘർഷവും അവഗണനയും അനുഭവിച്ചതായും ഹർജിയിൽ പറയുന്നുണ്ട്. വിവാഹബന്ധം അവസാനിപ്പിക്കാൻ വിജയ് സമ്മതിക്കുന്നില്ല എന്നും സംഗീത ആരോപിച്ചു. വിവാഹമോചന ഹർജിയിൽ സംഗീത പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റുകൾ ഇതാണ്. വിജയുടെ ഭാര്യ സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. UK-യിലായിരുന്നു സംഗീത വിജയ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. 1998 ജൂലൈ 10-നായിരുന്നു ഇത്. സംഗീത UK പൗരത്വമുള്ള വ്യക്തി ആയതിനാലാണിത്. പിന്നീട് 1999 ഓഗസ്റ്റ് 25-ന് ചെന്നൈയിൽ അവരുടെ ആചാരപ്രകാരം വിവാഹം നടത്തി. 2021 ഏപ്രിൽ മാസം മുതൽ വിജയ്ക്ക് നടിയുമായി അവിഹിത ബന്ധമുണ്ട്. ഇത് സംഗീതയെ കടുത്ത മാനസിക വിഷമത്തിലാഴ്ത്തി. ഇത് ദാമ്പത്യ വിശ്വാസത്തോടുള്ള വഞ്ചനയാണെന്ന് നോട്ടീസിൽ പറയുന്നു. നടിയുമായുള്ള ബന്ധം താൻ അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പു നൽകി. എന്നാൽ ആ വാക്ക് പാലിക്കാൻ വിജയ് തയ്യാറായില്ല. ഇത് തനിക്ക് കടുത്ത മാനസിക പീഡനമാണ് സമ്മാനിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു, പക്ഷെ പരിഹാരം ഉണ്ടായില്ല. കുട്ടികളുടെ പഠനവും അവർക്ക് യാതൊരുവിധ വൈകാരിക പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഈ വിഷയം വിട്ടുകളഞ്ഞു. അതാണ് നിയമ നടപടി സ്വീകരിക്കാൻ ഇത്രയും വൈകിയത്. വിജയ് തന്നെ വൈകാരികമായും മാനസികമായും ശാരീരികമായും അവഗണിച്ചു. ദാമ്പത്യ ബന്ധങ്ങളിൽ നിന്ന് പിന്മാറി. ആരോപിക്കപ്പെട്ട നടിയുമായി വിജയ് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഇത് തനിക്കും കുട്ടികൾക്കും നാണക്കേടും കടുത്ത വേദനയുമാണ് സമ്മാനിച്ചത്. വിഷയം സ്വകാര്യമായി പരിഹരിക്കാൻ പലതവണ ശ്രമിച്ചതായും കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്റെ അഭിഭാഷകൻ വഴി വക്കീൽ നോട്ടീസുകൾ സ്വകാര്യമായി കൈമാറിയതായി സംഗീത പറയുന്നു. വേറെ വഴിയില്ലാതെയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. വിവാഹമോചനത്തിന് പുറമെ വിജയുടെ വരുമാനത്തിന് അനുസരിച്ചുള്ള ജീവനാംശവും നിലവിൽ വിജയ്ക്കൊപ്പം താമസിച്ചിരുന്ന വീട്ടിൽ തുടർന്നും ജീവിക്കാനുള്ള അവകാശവും തനിക്ക് വേണമെന്നും സംഗീത നോട്ടീസിൽ പറയുന്നു. വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രമുഖ വ്യക്തികളായതിനാൽ കേസിൽ രഹസ്യ നടപടിക്രമങ്ങൾ വേണമെന്നും മാധ്യമ കവറേജ് തടയുന്നതിനുള്ള ഇടക്കാല നിരോധനവും സംഗീത ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. 1999-ലാണ് വിജയും സംഗീതയും തമ്മിൽ വിവാഹിതരായത്. ഇരുവർക്കും ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിങ്ങനെ 2 മക്കളുമുണ്ട്. അതേസമയം വിജയും നടി തൃഷയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾക്കിടയിലാണ് വിജയുടെ ഭാര്യയുടെ നീക്കം.
നടി കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിന് വിജയും തൃഷയും ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഒരുമിച്ചെത്തിയതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളുടെ തുടക്കം. പിന്നീട് ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും പുറത്തുവന്നു. തുടർന്ന് ഇരുവരും ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് കാരണമായി. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നതിന് മുൻപ് ചെയ്ത അവസാന സിനിമ ഗോട്ടായിരുന്നു. അതിൽ ഒരു ഡാൻസ് രംഗത്തിൽ തൃഷ വിജയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഗില്ലി, കുരുവി, തിരുപ്പാച്ചി, ആത്തി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ നായകന്മാരായി തിളങ്ങിയ വിജയും തൃഷയും അവസാനമായി അഭിനയിച്ച സിനിമ ലിയോ ആയിരുന്നു. പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളോട് ഇരുതാരങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് തൃഷ ബന്ധം BJPയും DMKയും പ്രധാന ആയുധമാക്കിയിട്ടുണ്ട്. തൃഷയിൽ നിന്ന് മോചനം നേടിയാലേ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആകാൻ വിജയ്ക്ക് സാധിക്കൂവെന്ന് അടുത്തിടെ BJP നേതാവ് പരിഹസിച്ചിരുന്നു. ഈ വാക്കുകൾ വലിയ വിവാദത്തിനാണ് അന്ന് വഴിവെച്ചത്. തൃഷ തന്നെ നേരിട്ട് ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. തുടർന്ന് BJP നേതാവ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം വിവാഹമോചനവുമായി മുന്നോട്ടു പോകാനുള്ള സംഗീതയുടെ നീക്കം വിജയ്ക്ക് കനത്ത തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം വിജയ്ക്ക് രഹസ്യബന്ധമുള്ള നടി തൃഷ കൃഷ്ണനാണെന്ന് പ്രചരിക്കുന്നത്. ആളുകളുടെയും ആരാധകരുടെയും ഈ സംശയം ഊട്ടിയുറപ്പിക്കുന്ന പ്രവൃത്തികൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വിവാഹമോചനം ആവശ്യപ്പെട്ട് സംഗീത നിയമപരമായ നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ തൃഷയുടെ കമന്റ് ബോക്സ് വിജയ് ആരാധകരുടെ ഹേറ്റ് കൊണ്ട് നിറയുകയാണ്. അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഏറെയും കമന്റുകൾ. അണ്ണ വാഴക്കെ കെടുത്തിട്ടേടി എന്നാണ് വിജയ് ആരാധകർ നടിയുടെ കമന്റ് ബോക്സിൽ കുറിച്ചത്. വിജയ്ക്കൊപ്പമുള്ള നടിയുടെ ചിത്രങ്ങൾക്ക് താഴെയും കമന്റുകൾ നിറയുന്നുണ്ട്. അപ്പോ ഇത് ലവ് താനേ, അപ്പോ പുരിയിലെ ഇപ്പോ പുരിയത് എന്ന രീതിയിലും നിരവധി കമന്റുകളുണ്ട്. ഒരു കുടുംബം ഇല്ലാതാക്കിയതിന് അഭിനന്ദനങ്ങൾ എന്നുൾപ്പെടെ കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണാം. ഹോം ബ്രേക്കർ സ്വന്തം മക്കളെക്കാൾ വലുതാണോ വിജയ്ക്ക് തൃഷ എന്നുള്ള ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ നിറയുന്നു. ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. തൃഷയെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. തൃഷയെ പിന്തുണയ്ക്കുന്നവരും ധാരാളമാണ്. എന്തുറപ്പിലാണ് സംഗീത പറഞ്ഞ നടി തൃഷയാണെന്ന് പറയുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. ആ നടി തൃഷ തന്നെയാണെങ്കിലും അവർ മാത്രമല്ല, വിജയ്ക്കും ഈ ബന്ധത്തിൽ പങ്കുണ്ട്. വിവാഹിതനായിരിക്കെ തൃഷയുമായി അടുക്കുകയും ആ ബന്ധം തുടരുകയും ചെയ്ത വിജയ്ക്കാണ് എന്റെ കുടുംബം തകർത്തതിന്റെ ഉത്തരവാദിത്തമെന്നും നടിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. മുൻപ് തിരുപ്പാച്ചി സിനിമയുടെ പ്രൊമോഷനിടെ തൃഷയെക്കുറിച്ച് വിജയ് പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയിൽ എന്റെ ഭാഗ്യമാണ് തൃഷ, ഞങ്ങളുടെ ഗില്ലി സിനിമയാണ് അത്തരമൊരു മതിപ്പ് സൃഷ്ടിച്ചത് എന്ന വാചകം മാത്രം എടുത്താണ് ട്രോളുകളിലും വിമർശനങ്ങളിലും ഉപയോഗിക്കുന്നത്. ഇരുവരും ഒന്നിച്ചുള്ള സിനിമകളിലെ സീനുകൾ ഉപയോഗിച്ച ട്രോളുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വാർത്തകളോട് പ്രതികരിച്ച് തൃഷയോ വിജയോ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. അതേസമയം വിജയ്ക്ക് അടുപ്പമുണ്ടെന്ന് പറയുന്ന നടിയുടെ പേര് സംഗീത വെളിപ്പെടുത്തിയിട്ടില്ല. വിജയ്ക്ക് നടിയുമായി ബന്ധമുണ്ടെന്ന് 2021 കണ്ടെത്തിയെന്നാണ് സംഗീത പറയുന്നത്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വിജയിയെ സംബന്ധിച്ച് ഈ വിവാഹമോചന വാർത്ത വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച ശേഷം നടന് തുടരെ കഷ്ടകാലമാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ നടന്റെ സിനിമകൾ തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയമായിരുന്നില്ല നേടിയത്. വെങ്കട് പ്രഭു സംവിധാനത്തിലെത്തിയ ഗോട്ട് എന്ന ചിത്രം നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ചിത്രമായാണ് ആരാധകർ തന്നെ പറയുന്നത്. അതുമാത്രമല്ല, നടന്റെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായ ജനനായകൻ തിയേറ്റർ കാണാതെ പെട്ടിയിലാണ്. റിലീസ് തീരുമാനിച്ച ചിത്രം സെൻസർ ബോർഡ് വിഷയങ്ങളെ തുടർന്ന് റിലീസ് കാത്തിരിക്കുകയാണ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.